അമേരിക്കയുടെ കിഴക്കൻ മേഖലകളെ നടുക്കി ആർട്ടിക് ശൈത്യതരംഗം ആഞ്ഞടിക്കുന്നു. വരും ദിവസങ്ങളിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് നീങ്ങുന്നതോടെ ഈ കൊടുങ്കാറ്റ് ഒരു ബോംബ് സൈക്ലോണായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ തണുപ്പ് കാലത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രീയമായി എക്സ്പ്ലോസീവ് സൈക്ലോജെനിസിസ് എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. ഒരു കൊടുങ്കാറ്റിന്റെ അന്തരീക്ഷ മർദ്ദം 24 മണിക്കൂറിനുള്ളിൽ 24 മില്ലി ബാറിൽ കൂടുതൽ താഴുകയാണെങ്കിൽ അതിനെ ബോംബ് സൈക്ലോൺ അല്ലെങ്കിൽ വെതർ ബോംബ് എന്ന് വിളിക്കുന്നു. ഇത്തവണത്തെ കൊടുങ്കാറ്റ് ഈ മാനദണ്ഡങ്ങൾ പാലിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഉത്തര ധ്രുവത്തിൽ നിന്നുള്ള കഠിനമായ ആർട്ടിക് വായുവും പടിഞ്ഞാറൻ അറ്റ്ലാന്റിക്കിലെ താരതമ്യേന ചൂടുള്ള ഈർപ്പമുള്ള വായുവും തമ്മിലുള്ള കൂട്ടിമുട്ടലാണ് ഈ ചുഴലിക്കാറ്റിന് ഇന്ധനമാകുന്നത്. ഇത് അതിശക്തമായ കാറ്റിനും കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും തീരദേശങ്ങളിൽ കടലാക്രമണത്തിനും കാരണമാകും. അമേരിക്കയുടെ കിഴക്കൻ പകുതിയിൽ അതിശൈത്യം പിടിമുറുക്കിയിരിക്കുകയാണ്. പലയിടങ്ങളിലും താപനില ജനുവരിയിലെ സാധാരണ ശരാശരിയേക്കാൾ 15 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞു. ഹഡ്സൺ നദി ഭാഗികമായി മരവിക്കുകയും ഐസ് പാളികൾ രൂപപ്പെടുകയും ചെയ്തു. മാൻഹട്ടൻ ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച ഗതാഗതത്തെ സാരമായി ബാധിച്ചു. സാധാരണയായി കടുത്ത തണുപ്പ് അനുഭവപ്പെടാത്ത ഫ്ലോറിഡയിൽ പോലും ഇത്തവണ ഫ്രീസ് വാർണിംഗ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തീരദേശങ്ങളിൽ പോലും റെക്കോർഡ് തണുപ്പാണ് പ്രതീക്ഷിക്കുന്നത്. അന്തരീക്ഷത്തിലെ അതിവേഗ വായു പ്രവാഹമായ ജെറ്റ് സ്ട്രീമിലുണ്ടായ മാറ്റങ്ങളാണ് ഈ അസാധാരണ സാഹചര്യത്തിന് കാരണം. വടക്കു നിന്നുള്ള ആർട്ടിക് വായുവിനെ തെക്കൻ സംസ്ഥാനങ്ങളായ ഫ്ലോറിഡയിലേക്ക് വരെ എത്തിക്കുവാൻ ജെറ്റ് സ്ട്രീമിന്റെ ഇപ്പോഴത്തെ സ്ഥാനം കാരണമായി. നിലവിൽ ഭൂമിയിൽ വീണുകിടക്കുന്ന മഞ്ഞും ഐസും ഉരുകാൻ സാധ്യതയില്ലാത്തതിനാൽ വരാനിരിക്കുന്ന മഞ്ഞുവീഴ്ച സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കും. അമേരിക്കൻ നാഷണൽ വെതർ സർവീസിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും നീണ്ടു നിൽക്കുന്ന അതിശൈത്യമാണിത്. ആഴ്ചയുടെ ബാക്കി ദിവസങ്ങളിലും താപനില ശരാശരിയേക്കാൾ വളരെ താഴെയായി തുടരാനാണ് സാധ്യത.